ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചായന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ പറങ്കി മാങ്ങ, അതായത് കശുമാങ്ങ എന്നൊക്കെ പറയും, അത് കാണുന്നത്. അവനത് പറിക്കണം, അതിന്റെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട് അവനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവനത് കഴിച്ചു നോക്കിയപ്പോൾ അതൊരു എക്സൈറ്റ്മെന്റിൽ അവന് ഭയങ്കര സന്തോഷമായി. അന്നേരമാണ് പപ്പ പറഞ്ഞത്, താഴെ അവിടെ പാടത്തിനരിയിലായിട്ട് കുറച്ച് ചീരയൊക്കെ നട്ടിട്ടുണ്ട്, അത് പോയി ആവശ്യത്തിന് എടുത്തോളും. പിന്നെ കേൾക്കേണ്ട താമസം, എനിക്ക് 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ട്, മോനും മോളും. മോൻ ആദി, മോള് ഇസ. ഇതാണ് രണ്ടാമത്തെ താരം. അങ്ങോട്ട് പോയി എടുക്കാന്ന് വിചാരിച്ചിട്ട് തേന് എടുത്തോണ്ട് നിന്ന ഇച്ചായനെ കൂടെ പൊക്കി എടുത്തോണ്ട് പോയിട്ടുണ്ട്. തലയിൽ കെട്ടും പാട്ടും ഒക്കെ ആയിട്ട് തേനെടുക്കാൻ നിന്ന ഇച്ചായൻ പിന്നെ എന്തായാലും ഇതിലിറങ്ങി തിരിച്ചു. നല്ല ചൂട് സമയമായതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി കിടക്കുവാണ്. അതിനിടയ്ക്ക് ഈസമോൾ എന്തോ താഴ്ന്നൊക്കെ ഭൂമി ദേവിയുടെ ആശീർവാദമൊക്കെ വാങ്ങി എന്തായാലും വീണെണീറ്റ് ഇതാ നടന്നു പോകുന്നുണ്ട്. വീണൊരു വിഷമോ കരച്ചിലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എണീറ്റങ്ങ് അടുത്ത് തന്നെ അങ്ങ് എപ്പോൾ വീണാലും അങ്ങനെ തന്നെ എണീറ്റങ്ങ് പൊക്കോളും. അത് മോനാണെങ്കിലും അങ്ങനെ തന്നെ, വലിയ കരച്ചിലൊന്നുമില്ല. എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിലും കരഞ്ഞ് അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയിക്കോളും. ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് കപ്പയൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ കപ്പയും ചീരയും പിന്നെ എല്ലാം കൂടെ കുറച്ച് എടുത്തിട്ട് പോകുമ്പോൾ അപ്പം എന്തായാലും പറഞ്ഞതല്ലേ പപ്പയുടെ വിഷമം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് കപ്പയൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ചീരയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പൂത്തുപോയി. കുറേയൊക്കെ എത്രയെന്ന് പറഞ്ഞാൽ അവർക്ക് എടുത്തിട്ട് ബാക്കി എന്നാലും ഉണ്ടാവുമല്ലോ. അത്യാവശ്യത്തിന് കുറച്ചിടുമ്പോഴത്തേനും കാര്യമായിട്ട് എന്തായാലും പൊടിച്ച് വന്നിട്ടുണ്ട്. ആദ്യ ഐശ്വര്യമായിട്ട് ചീരയൊക്കെ എന്തോ വലിയൊരു മരം വെട്ടിലൊക്കെ എടുത്ത് വെട്ടി പുറക്കെയൊക്കെ എടുക്കുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ ചെയ്യാൻ. 2 പേർക്കാണെങ്കിലും. അവനാണ് പക്ഷെ കൂടുതൽ, മോനാണ് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അവനത് ചെയ്യുന്ന കണ്ടപ്പോൾ അവളും വിട്ടുകൊടുത്തിട്ടില്ല. ഗുരുവായ അച്ചാച്ചന്റെ ശിക്ഷണത്തിൽ അവളിതാ ഓരോ ചീരയും കട്ട് ചെയ്ത് അച്ചാച്ചന്റെ ലയിപ്പിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അവർക്ക് ഇത് ചെയ്യുമ്പോൾ. എന്തായാലും 2 പേരും കൂടെ കട്ട് ചെയ്ത് ഇത്രയും എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അടുത്ത കുറച്ച് കപ്പയോ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് തപ്പിയെടുക്കാന്ന് വിചാരിച്ച് പോകുന്നുണ്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ ചെറിയ തോടുകളാണ്. ഇപ്പം എല്ലാം നല്ല ചൂടായതുകൊണ്ട് എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. അന്നേരം ഇച്ചായൻ പറഞ്ഞു, എന്നാൽ ആ ഒരു വാഴക്കുല നിൽക്കുന്നു. ഇച്ചായൻ എന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണോ വേണ്ടേ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക. എന്തായാലും അവസാനം അത് കട്ട് ചെയ്ത് കൈക്കലാക്കിയിട്ടുണ്ട്. ഇച്ചായൻ തന്നെ പറഞ്ഞോണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മര്യാദക്ക് ഇച്ചായൻ അവിടെ നിന്ന് തേനെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. അന്നേരം അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് വന്നതായി തലയെ കെട്ടും പാട്ടമൊക്കെ. അതാ മരിച്ചിനി പിഴുതെടുക്കുമ്പോൾ ഇച്ചായൻ പറയുക, കഷ്ടപ്പെട്ട് നട്ടെടുത്ത് വെക്കാനും തിന്നാൻ നീന്ന്. എന്തായാലും അത് സത്യമായിട്ടോ. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നതൊന്നുമില്ല. കാരണം ഞങ്ങൾ ഫുൾ ടൈം ട്രിവാൻഡ്രത്താണ്. അന്നേരം കൂടുതലും അവിടെയാണ്. അപ്പം ചില അവധി ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പിന്നെ കഷ്ടപ്പെടുന്നതെല്ലാം പപ്പയും മമ്മിയൊക്കെയാണ്. അന്നേരം അതിൻ്റെ ലാഭം പറ്റിയെടുക്കാൻ ഞാനും. എൻ്റെ നാത്തൂൻ വന്നിട്ട് ഇവിടെ ഇല്ല, അവളും മക്കളുമൊക്കെ അവരെല്ലാം പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന പപ്പയും മമ്മിയും കാത്തു വയ്ക്കുന്നതൊക്കെ അവധി ദിവസങ്ങളിൽ വന്ന് കൈക്കലാക്കുകയാണ് എൻ്റെ ശിങ്കിടികളുടെയും ലക്ഷ്യം. ആദ്യം എന്നിട്ടും തീരുന്നില്ല. അവന്റെ ആ എക്സൈറ്റ്മെന്റും സന്തോഷമൊന്നും തീരുന്നില്ല. ആദ്യം ഇസയുടെയും ഇച്ചായന്റെയും എന്റെയും ഞങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ ചില വ്ലോഗുകളിൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാം. ഇഷ്ടപ്പെടുന്നവർ കാണുക, അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഇപ്പൊ എല്ലാവരും യൂട്യൂബിലൊക്കെ ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്കും അതൊരു വരുമാനമാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇവരൊക്കെ എന്തുവായി കാണിച്ചു കൂട്ടുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് മുഷിയുന്നവരുടെയൊക്കെ ഒരു വരുമാന മാർഗം തന്നെയാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും പരിമിതികളുണ്ട് അല്ലേ. അപ്പൊ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാർ ക്രിയേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇല്ലാത്തവര് കുറച്ച് ഇതുപോലെ ഞങ്ങളെപ്പോലുള്ള ഇങ്ങനെ കുഞ്ഞു വ്ലോഗുകൾ ഇട്ട് വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.